Today's class we deals with Block 1 Unit 3 Anglo-Saxons. So previous ക്ലാസ്സിൽ നമ്മൾ റോമൻ കോൺക്വസ്റ്റ് പറഞ്ഞു നിർത്തി. ആദ്യമായിട്ട് കെൽറ്റ്സിന്റെ അടുത്തേക്ക് വന്നത് റോമൻസ് ആയിരുന്നു. ജൂലിയസ് സീസറും ഒക്കെയായിരുന്നു ആദ്യമായിട്ട് അവിടേക്ക് ഇൻവേഡ് ചെയ്തു വന്നത്. ഈ റോമൻസ് പോയ വേക്കൻസിയിലേക്കാണ്, ആ വേക്കൻറ്റ് സ്പേസിലേക്കാണ് പിന്നീട് ആംഗ്ലോ സാക്സൺസ് കടന്നു വന്നത്. അവർ ചുമ്മാതൊന്നും വന്നതല്ല, അവരെ കുറച്ച് ആൾക്കാർ വിളിച്ചു വരുത്തിയതാണ്. നമ്മൾ പറയത്തില്ലേ, വീട്ടിലൊരു സഹായത്തിന് വീടിന്റെ അകത്തുള്ള എലിയെ ഓടിക്കാനായിട്ട് പുറത്തു നിന്നുള്ള പൂച്ചയെ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് പിന്നെ പൂച്ച വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ള ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. അന്നേരം ഇതിനെപ്പറ്റി, ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി, ഇവരിലുള്ള പ്രധാന രാജാവായ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്, സോ അവരെ പറ്റിയും അവരുടെ കൾച്ചറിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്നേരം എന്താണെന്ന് നോക്കാം. ആംഗ്ലോ സാക്സൺ ഒറിജിൻ. The term Anglo-Saxon is used to denote the Germanic tribes who invaded and settled in the south and east of Britain beginning in the early 5th century AD. അന്നേരം ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ജർമാനിക് വംശജരാണ്, ജർമാനിക് ട്രൈബ്സ് ആണ്. ഇവരെന്ന് പറയുന്ന ബ്രിട്ടന്റെ സൗത്ത് ഈസ്റ്റ് ആ ഒരു ഭാഗങ്ങളിലായിട്ട് 5th സെഞ്ചുറി ഏഡിയിൽ ഇൻവേഡ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഈ പറയുന്ന ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗ്ലോ സാക്സൺസ്. Anglo-Saxon era marked the period of English history between 450 and 1066 AD. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആംഗ്ലോ സാക്സൺ പീരീഡ് എന്നറിയപ്പെടുന്നത് 450ക്കും 1066നും ഇടയ്ക്കുള്ള പീരീഡിനെയാണ് ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനു മുൻപേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൻ കോൺക്വസ്റ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോർമൻ കോൺക്വസ്റ്റ് നടന്നത് 1066ലാണ് നോർമൻ കോൺക്വസ്റ്റ് നടന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെല്ലാം ഈ നോർമൻ കോൺക്വസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം 450ക്കും അതുപോലെ തന്നെ 1066നും ഇടയ്ക്കാണ് ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. They were originally the inhabitants of Schleswig and the surrounding areas between Germany and Denmark. ഈ ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷ്ലെസ്വിക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, ജർമ്മനിയുടെയും ഡെൻമാർക്കിന്റെയും പ്രാന്തപ്രദേശങ്ങളായ ഷ്ലെസ്വിഗിൽ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്നത്. Two accounts of Anglo-Saxon conquest and migration were written by authors Gildas and Bede. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാരുടെ ഈ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഗിൽസും അതുപോലെ ബീഡ് എന്ന് പറയുന്ന വെനറബിൾ ബീഡ് എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന ആംഗ്ലോ സാക്സണിനെ പറ്റി അവരുടേതായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ആംഗ്ലോ സാക്സൺസ് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഇൻവേഡ് ചെയ്തു വന്നതെന്നുള്ള കാര്യങ്ങൾ ഗിൽഡസിന്റെയും ബീഡിന്റെയും ബുക്കുകളിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രീ റിക്വസൈറ്റ്സിൽ കിടപ്പുണ്ട്. The Anglo-Saxons were three kindred tribes, namely Angles, Saxons and Jutes. ആംഗ്ലോ-സാക്സൺ എന്ന് പറയുന്ന ഒറ്റ വർഗക്കാരല്ല, ഇവര് 3 ഗോത്രക്കാരാണ്. ആംഗിൾസ്, സാക്സൺസ്, ജൂട്സ്, ഇങ്ങനെയുള്ള 3 ഗോത്രക്കാർ ഒരുമിച്ച് ഷ്ലെസ്വിഗിൽ താമസിച്ചിരുന്നു. അവരാണ് പിന്നീട് എങ്ങോട്ട് വന്നത്? ബ്രിട്ടനിലേക്ക് ഇൻവേഡ് ചെയ്ത് വന്നത്. These tribes first entered Britain as a part of invitation by the British chief named Vortigern to protect the Britons from the incursion of Picts and Scots. എന്താ പറ്റിയത്? നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ റോമൻ ആർമി ഇവരുടെ ഈ പറയുന്ന കെൽസിന്റെ ആ ഒരു അവസ്ഥ, അവരുടെ ആ ഒരു വാറിയർ സ്പിരിറ്റ്സ് കാരണം സഹി കെട്ടിട്ട് അവരവിടെ നിന്ന് പലായനം ചെയ്തു. റോമൻ ആർമി അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി, ബ്രിട്ടനിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അങ്ങനെ റോമൻ ആർമി പോയ വേക്കൻസിയിലേക്ക് പിക്സുകളും സ്കോട്ടുകളും, ഓക്കെ, പിക്സുകളും സ്കോട്ട്ലൻഡിലുള്ള ആൾക്കാരാണ് സ്കോട്ട്സ്, ഇവര് കടന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഇവരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ചീഫായ വോർട്ടിജൻ ഈ പറഞ്ഞിട്ടുള്ള ആംഗിൾസിനെയും സാക്സൺസിനെയും ജൂഡ്സിനെയും അവരുടെ ഗോത്ര തലവന്മാരെ നേരിട്ട് ചെന്ന് കണ്ട് അവരോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ആംഗിൾസും സാക്സൺസും ജൂഡ്സും ഈ പറയുന്ന വോർട്ടിജനെ സഹായിക്കാനായിട്ട് എവിടോട്ട് വന്നു? ഇംഗ്ലണ്ടിലേക്ക്, ബ്രിട്ടനിലേക്ക് വന്നു. But they never returned to their land and wanted to settle down in the Britain. This started the Anglo-Saxon era. അവരിവിടെ വന്ന് പിക്സിനെയും സ്കോട്ട്സിനെയും ഒക്കെ ഓടിച്ചു വിട്ടു. പക്ഷെ ഒരിക്കലും പിന്നെ അവരുടെ ഷ്ലെസ്വിഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ജർമ്മനി, ഡെൻമാർക്കിലേക്ക് അവർ പിന്നെ തിരിച്ചു പോയതേയില്ല. അവർ ഇംഗ്ലണ്ടിൽ തന്നെ തമ്പടിച്ചു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കെൽട്സ്, ഈ പറയുന്ന ഒറിജിനൽ ബ്രിട്ടോൺസ് ഉണ്ടല്ലോ, നമ്മൾ പണ്ട് ജൂലിയസ് സീസർ ബ്രിട്ടോൺസ് എന്ന് വിളിച്ച കെൽട്സ് പീപ്പിൾ, അവരെന്ത് ചെയ്തു, ഇവിടുന്ന് തുരത്തി ഓടിച്ചു. ഈ പിക്സിനെയും സ്കോട്സിനെയും തുരത്തി ഓടിക്കുന്നതിനോടൊപ്പം അവിടെയുള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ബ്രിട്ടോൺസിനെ, കെൽറ്റിക് പീപ്പിളിനെയും ഇവർ തുരത്തി ഓടിച്ചു. ജീവനും കൊണ്ട് അവർ പലായനം ചെയ്യേണ്ടി വന്നു. സ്വന്തം നാട് വിട്ട്, വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. കടന്നുകയറ്റക്കാരെന്ന് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ആരെ വിളിക്കാം? ആംഗ്ലോ സാക്സൺസിനെ വിളിക്കാം. ദ ആംഗ്ലോ സാക്സൺ സെറ്റിൽഡ് ഇൻ ദ ഏരിയാസ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ് എസെക്സ്, സസെക്സ്, മിഡിൽ സെക്സ് ആൻഡ് വെസെക്സ്. ഇങ്ങനെ 4 റീജിയണിൽ, ഈ ബ്രിട്ടന്റെ 4 ഏരിയകളിൽ പ്രധാനമായിട്ട് ഇവർ തമ്പടിച്ചു. എസെക്സ് എന്ന് വെച്ചാൽ ഈസ്റ്റ് സാക്സൺ, അവിടെ ഉള്ള ആൾക്കാരെ മുഴുവൻ ഈസ്റ്റ് സാക്സൺസ് എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടന്റെ 4 ഏരിയാസിൽ ഇവർ തമ്പടിച്ചു. എസെക്സ്, സസെക്സ്, മിഡിൽ സെക്സ് ആൻഡ് വെസെക്സ്. ഇങ്ങനെ ഈ 4 ഏരിയയിൽ തമ്പടിച്ചിരിക്കുന്ന ആൾക്കാരെ 4 തരത്തിൽ അറിയപ്പെട്ടു. എസെക്സിൽ തമ്പടിച്ചിരിക്കുന്ന സാക്സൺസിനെ ഈസ്റ്റ് സാക്സൺസ് എന്നും, സസെക്സിൽ തമ്പടിച്ചിരുന്ന സാക്സൺസിനെ സൗത്ത് സാക്സൺസ് എന്നും, മിഡിൽ സെക്സിൽ തമ്പടിച്ചിരുന്ന ആൾക്കാരെ മിഡിൽ ഓഫ് സാക്സൺ എന്നും, വെസെക്സിലുള്ള ആൾക്കാരെ വെസ്റ്റ് സാക്സൺ എന്നും അറിയപ്പെട്ടു. അന്നേരം പക്ഷെ ഇവരെല്ലാവരും ഒരേ ട്രൈബൽ ആ ഒരു പർപ്പസിൽ വന്ന ആൾക്കാരാണെങ്കിലും പക്ഷെ ഇവർക്കിടയിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സാക്സൺസ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആണെങ്കിലും പക്ഷെ ഇവർക്കിടയിൽ ഭയങ്കര ഭിന്നിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. നേരെ ഇവർ ഒറ്റയ്ക്കല്ല വന്നത്, ആംഗിൾസും സാക്സൺസും ജൂട്സുമായിരുന്നു. പക്ഷെ ഇതിൽ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാക്സൺ ഗ്രൂപ്പ് ആയിരുന്നു. പിന്നുള്ള ആൾക്കാരായിരുന്നു ആംഗിൾസും ജൂട്സും. ഓക്കെ, രണ്ടാമത്തെ ആംഗിൾസ് എന്ന് പറയുന്ന ആൾക്കാർ ഈസ്റ്റ് ആംഗ്ലിയയിൽ സെറ്റിൽഡ് ആയി. ആംഗിൾസ് ഈസ്റ്റ് ആംഗ്ലിയയിൽ സെറ്റിൽഡ് ആയി, ജൂട്സ് കെന്റിലും സെറ്റിൽഡ് ആയി. ഓക്കെ, അങ്ങനെ കെൽറ്റിക് പീപ്പിളിനെ തുരത്തി ഓടിച്ച് നമ്മളുടെ ആംഗ്ലോ സാക്സൺസ് സാക്സൺ ഗ്രൂപ്പ് എസെക്സ്, സസെക്സ്, മിഡിൽ സെക്സ്, വെസെക്സ് എന്നുള്ള സ്ഥലങ്ങളിലും, ആംഗിൾസ് ഈസ്റ്റ് ആംഗ്ലിയയിലും ജൂട്സ് കെന്റിലുമായിട്ട് സെറ്റിലായി. അന്നേരം ഇത് നിങ്ങൾക്ക് ആദ്യം വെച്ച് ദഹിക്കാൻ പാടായിരിക്കും, പക്ഷെ പഠിച്ചെടുക്കണം. ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഒരു ജെർമാനിക് ട്രൈബാണ്. 5th സെഞ്ചുറി AD ഏർലി 5th സെഞ്ചുറി AD ബ്രിട്ടനിലേക്ക് കടന്നു വന്നവരാണ്. ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 450 to 1066 AD. ഒറിജിനലി ഇവര് ഷ്ലസ്വിഗ് എന്ന് പറയുന്ന ഇൻഹാബിറ്റൻസ് ആയിരുന്നു. ആ ഒരു ട്രൈബൽ ഇൻഹാബിറ്റൻസ് ആയിരുന്നു. ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്, നമ്മുടെ ബ്രിട്ടീഷ് ചരിത്രത്തിൽ നോക്കിയാൽ കാണുന്നത് ഗിൽസും ബ്രീഡും എഴുതിയ ചരിത്ര രേഖകളിലൂടെയാണ് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇവര് പ്രധാനമായിട്ടും 3 വർഗക്കാരായിരുന്നു: ആംഗിൾസ്, സാക്സൺസ്, ജൂട്സ്. ഓക്കെ, ഇവര് എങ്ങനെ ഇംഗ്ലണ്ടിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നമ്മുടെ ജൂലിയസ് സീസർ റോമൻ ആർമി ഒഴിഞ്ഞുപോയ സ്ഥലത്തേക്ക് പിക്സും സ്കോട്സും കടന്നു കയറാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ചീഫായ വാർട്ടിജൻ അദ്ദേഹത്തിന്റെ ട്രൈബൽ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗ്ലോ സാക്സൺ പീപ്പിൾസിനെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയതാണ്. അവരിവിടെ വന്ന് പിക്സിനെയും സ്കോട്സിനെയും ഓടിച്ചു. പക്ഷെ പിന്നീട് അവർ ഒരിക്കലും അവരുടെ സ്ഥലത്തേക്ക് തിരികെ പോയില്ല. അങ്ങനെയാണ് ആംഗ്ലോ സാക്സൺ ഇറ ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു: ആംഗിൾസ്, സാക്സൺസ്, ജൂട്സ്. അതിൽ സാക്സൺസ് എന്ന് പറയുന്നതാണ് പ്രോമിനന്റ് ഗ്രൂപ്പ്. അവർ എസെക്സിലും സസെക്സിലും മിഡിൽ സെക്സിലും വെസെക്സിലുമായിട്ട് അവർ 4 ഏരിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ആംഗിൾസ് ഈസ്റ്റ് ആംഗ്ലിയയിലും ജൂട്സ് കെന്റിലുമായിട്ട് അവർ ആധിപത്യം സ്ഥാപിച്ചു. Then comes to heptarchy. അന്നേരം ഓരോ രാജാവും വരുന്നതിനനുസരിച്ച്, ഓരോ പുതിയ സിസ്റ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ ആംഗ്ലോ സാക്സൺസ് വന്നപ്പോൾ ഉണ്ടായ ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. ഹെപ്റ്റ മീൻസ് 7, ആർക്കി പവർ എന്നുള്ള, റൂൾ എന്നുള്ള അർത്ഥം. അന്നേരം ഹെപ്റ്റാർക്കി ഈസ് എ കളക്റ്റീവ് നെയിം അപ്ലൈഡ് ടു ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് ഓഫ് ദ സൗത്ത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഇംഗ്ലണ്ട്. അന്നേരം സെൻട്രൽ ഇംഗ്ലണ്ടിലും സൗത്ത് ഈസ്റ്റിലുമായിട്ട് കിടക്കുന്ന കുറെ ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് ഉണ്ട്. അവയെ കളക്റ്റീവായിട്ട്, അവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. അന്നേരം ഹെപ്റ്റാർക്കി, വാട്ട് ഡു യു മീൻ ബൈ ഹെപ്റ്റാർക്കി എന്ന് ചോദിക്കാം. അന്നേരം ഇത് പഠിച്ചു വെക്കണം. ഹെപ്റ്റാർക്കി is a collective name applied to Anglo-Saxon kingdoms of the southeast and central England. The term heptarchy is derived from the Greek words
for seven and rule, which means seven kingdoms. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗ്ലോ സാക്സൺസ് ഉണ്ട്. ഈ ആംഗ്ലോ സാക്സൺസിനെ മൊത്തം 7 രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. കാരണം ഈ ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടനിലേക്ക് വന്നപ്പോൾ നേരത്തെ ബ്രിട്ടൻ ആണെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ് ആണെങ്കിലും പക്ഷെ അവർ ഒറ്റ രാജ്യമായിട്ട് അറിയപ്പെട്ടിരുന്നു. ലേറ്റർ ആംഗ്ലോ സാക്സൺസ് വന്നപ്പോൾ ഇവർക്കിടയിൽ തന്നെ പല രാജാക്കന്മാരും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ രാജ്യങ്ങളുമായിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടേതായ അതിർത്തികൾ ഉണ്ടാക്കുകയും അവരുടെ രാജ്യങ്ങൾ ഫോം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 7 രാജ്യങ്ങൾ ആംഗ്ലോ സാക്സൺസിന്റെ ഇടയിൽ തന്നെ ഉണ്ടായി. സോ ഈ രാജ്യങ്ങളെല്ലാം വരുന്നത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന വലിയ ട്രൈബൽ ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ 7 റൂൾ അല്ലെങ്കിൽ 7 കിങ്ഡംസ് എന്ന് ഇതിനെ അറിയപ്പെട്ടു. The 7 kingdoms that emerged after the Anglo-Saxon context in the Britain were Northumbria, Mercia, East Anglia, Essex, Kent, Sussex, വെസെക്സ്. ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം. ഈ 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത് നോർത്താംബ്രിയ, മേറിക്ക, ഈസ്റ്റ് ആംഗ്ലിയ, എസെക്സ്, കെന്റ്, സസെക്സ്, വെസെക്സ്. ഇത് ഇത്രയും കൂടെ ചേരുന്നതായിരുന്നു ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന കിങ്ഡത്തിലേക്ക് വന്നു. അന്നേരം നമുക്ക് തോന്നാം ഈ പറയുന്ന ഈസ്റ്റ് ആംഗ്ലിയ മിസ്സേ മറ്റേ ഇവരുടെ അല്ലേ ആംഗിൾസിന്റെ അല്ലേ എന്ന് ചോദിക്കാം. കെന്റ് എന്ന് പറയുന്നത് ജൂഡ്സിന്റെ അല്ലേ. പക്ഷെ ഇത് ഇത്രയും കൂടെ വരുമ്പോഴാണ് എന്താകുന്നത്, ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം ഫോം ചെയ്യുന്നത്. Okay, 7 kingdoms emerged after Anglo-Saxons include Northumbria, Mercia, East Anglia, Essex, Kent, Sussex and Wessex. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് 7 kingdoms അല്ലെങ്കിൽ ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. There were frequent wars with one another for the supremacy and leadership in which the various rulers tried their best to conquer and dominate their neighbors. അന്നേരം പ്രശ്നമുണ്ട്. ഇവര് ഈ പറയുന്ന ഒരേ ആൾക്കാരാണെന്നുണ്ടെങ്കിലും പക്ഷെ ഇവർക്കിടയിൽ എന്നും അങ്ങ് പ്രശ്നമായിരുന്നു. കാരണം ചിലപ്പോൾ നോർത്താംബ്രിയ ആര് പിടിച്ചെടുക്കും, കെന്റുകാർ പിടിച്ചെടുക്കും, ചിലപ്പോൾ കെന്റിനെ ആര് പിടിച്ചെടുക്കും, വെസെക്സുകാർ പിടിച്ചെടുക്കും. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ഇവർക്കിടയിൽ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നു. ഹൂ ബിക്കെയിം ദ ബെസ്റ്റ് കോൺകറർ, ആരാണ് തന്റെ നെയ്ബറിനെ ഡോമിനേറ്റ് ചെയ്ത് പിടിച്ചെടുത്ത് ബെസ്റ്റ് കോൺകറർ ആയി മാറുന്നത്, ഏറ്റവും കൂടുതൽ രാജ്യം ഏത് രാജാവിന്റെ അണ്ടറിലാണ് വരുന്നത്, ഇതിനു വേണ്ടിയിട്ട് അവർ ഫ്രീക്വന്റ് ആയിട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. The king who achieved overall dominance came to be called Britwalda or the ruler of Britain. ഈ 7 രാജ്യങ്ങളെ നോർത്താംബ്രിയ പറഞ്ഞ നോർത്താംബ്രിയ, മേറിക്ക, ഈസ്റ്റ് ആംഗ്ലിയ, എസെക്സ്, കെന്റ്, സസെക്സ്, വെസെക്സ്, ഇങ്ങനെയുള്ള ഈ 7 രാജ്യങ്ങളെ ഒരുമിച്ച് പിടിച്ചെടുത്ത് തന്റെ ഡോമിനൻസിലാക്കുന്ന രാജാവ് ഒരാൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ബ്രിറ്റ്വാൾഡ അല്ലെങ്കിൽ റൂളർ ഓഫ് ബ്രിട്ടൻ എന്ന് അറിയപ്പെടുന്നു. കാരണം ബ്രിട്ടനെ എല്ലാം കൂടെ ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും രാജാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേരാണ് ബ്രിറ്റ്വാൾഡ എന്ന പദവി. അത് ചെയ്തിട്ടുള്ള 2 രാജാക്കന്മാർ അങ്ങനെ വന്നിട്ടുണ്ട്. അവരെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. In 1828, Egbert of Wessex was recognized as the most powerful Britwalda as the overlord of 770 വന്നിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, 7 kingdoms of the Heptarchy. ഇങ്ങനെ 1828 ആദ്യത്തെ ബ്രിറ്റ്വാൾഡ ഫോം ചെയ്ത് എഗ്ബർട്ട് ഓഫ് വെസെക്സ് എന്ന് പറയുന്ന രാജാവാണ്. വെസെക്സിലെ തന്നെ രാജാവായ എഗ്ബർട്ട് ഈ പറയുന്ന പദവി അർഹനായി, ബ്രിറ്റ്വാൾഡ ആയിട്ട് അറിയപ്പെട്ടു. അദ്ദേഹം ബാക്കി എല്ലാ രാജ്യങ്ങളെയും തോൽപ്പിച്ച് വെസെക്സിന്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിച്ചു. So he is the first one to call the Britwalda or the overlord of 7 kingdoms of the Heptarchy. Next പിന്നീട് വന്നത് 9th centuryയിൽ കിങ് ആൽഫ്രഡ് ഓഫ് വെസെക്സ്, വെസെക്സിലെ തന്നെ മറ്റൊരു രാജാവായ കിങ് ആൽഫ്രഡ്, അദ്ദേഹമാണ് പിന്നീട് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിന് പാത്രമായി. മീൻസ് അദ്ദേഹം ബ്രിറ്റ്വാൾഡ ആയിട്ട് അറിയപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായി he was the first king to be called true national leader. യഥാർത്ഥ നാഷണൽ ലീഡർ, ഒരു ട്രൂ നാഷണൽ ലീഡർ ആയിട്ട് അറിയപ്പെട്ട വ്യക്തിയായിരുന്നു കിങ് ആൽഫ്രഡ് ഓഫ് വെസെക്സ്. കാരണം ബാക്കി എല്ലാവരെയും കോൺകർ ചെയ്തിട്ടാണ് എഗ്ബർട്ട് ഓഫ് വെസെക്സ് ആ പദവിയിൽ എത്തിയെങ്കിൽ കിങ് ആൽഫ്രഡ് ഓഫ് വെസെക്സ് കോൺകർ ചെയ്യുക മാത്രമല്ല ബാക്കി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആ ഒരു പൊസിഷനിൽ എത്തിയ വ്യക്തിയായിരുന്നു കിങ് ആൽഫ്രഡ് ഓഫ് വെസെക്സ് എന്നറിയപ്പെട്ടത്. ഈ പറയുന്ന 7 കിങ്ഡത്തിലും ഏറ്റവും പവർഫുൾ ആയ കിങ്ഡമായിരുന്നു വെസെക്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എഗ്ബർട്ടിനും കിങ് ആൽഫ്രഡിനും ഒക്കെ ആ ഒരു പൊസിഷനിൽ എത്താൻ സാധിക്കുകയും ചെയ്തത്. സോ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് 5 മാർക്കിന് ചോദിക്കാം, 1 മാർക്കിനും ചോദിക്കാം. അന്നേരം 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ബ്രിറ്റ്വാൾഡ ഈ ഒരു കോൺസെപ്റ്റ് വരെ എഴുതണം. അന്നേരം നമുക്ക് നോക്കാം.
ഒന്നും കൂടെ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത് കളക്റ്റീവ് നെയിം ഓഫ് ആംഗ്ലോ സാക്സൺ കിങ്ഡത്തിനെ പറയുന്ന പേരാണ് ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രീക്ക് ടേം ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ടു വേർഡ്സ് സെവൻ ആൻഡ് ദ റൂൾ വിച്ച് മീൻസ് ദ റൂൾ ഓഫ് സെവൻ കിങ്ഡംസ്. ഈ പറയുന്ന ആംഗ്ലോ സാക്സൺ കിങ്ഡത്തിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്താംബ്രിയ, അമേരിക്ക, ഈസ്റ്റ് ആംഗ്ലേ, എസെക്സ്, കെന്റ്, സസെക്സ് ആൻഡ് വെസെക്സ്. ലേറ്റർ ഈ പറയുന്ന ഈ 7 രാജ്യങ്ങളും പരസ്പരം സൂപ്പർമെസിക്ക് വേണ്ടിയിട്ട് തന്റെ നെയ്ബേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വാറിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഏത് രാജ്യമാണോ അല്ലെങ്കിൽ ഏത് രാജാവാണോ ഈ 7 രാജ്യങ്ങൾ അടുത്ത 6 രാജ്യങ്ങളെ തോപ്പിച്ച് തന്റെ രാജ്യത്തോട് ചേർക്കുന്നത്, അങ്ങനെ പ്രോമിനന്റ് ആയ രാജാവിനെ അറിയപ്പെടുന്ന പേരായിരുന്നു ബ്രിറ്റ്വാൾഡ അല്ലെങ്കിൽ റൂളർ ഓഫ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്നു. ഈ 7 രാജ്യങ്ങളിൽ ഏറ്റവും ശക്തിയായ രാജ്യം എന്നറിയപ്പെട്ടിരുന്നത് വെസെക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെസെക്സിലെ രാജാവായ എഗ്ബർട്ട് ഓഫ് ദ വെസെക്സ് 1828 he is considered as the Britwalda or the overlord of 7 kingdoms of a heptarchy. Later 9th centuryയിൽ അദ്ദേഹത്തിന്റെ തന്നെ സക്സസർ ആയ കിങ് ആൽഫ്രഡ്, അദ്ദേഹം വെസെക്സിലെ രാജാവാണ്, അദ്ദേഹം ബ്രിറ്റ്വാൾഡ് എന്ന പദവിക്ക് അർഹനാവുകയും ലേറ്റർ ഹി കെയിം ടു ബി നോൺ ആസ് ദ ട്രൂ നാഷണൽ ലീഡർ എന്ന് അറിയപ്പെട്ടു. സോ ദാറ്റ്സ് അബൌട്ട് ഹെപ്റ്റാർക്കി. Then comes to King Alfred the Great. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ചിട്ടാണ്. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ച് 5 മാർക്സിന് നമുക്ക് ചോദിക്കാം. അന്നേരം 5 മാർക്സിന് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ പാരഗ്രാഫ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് അതിനെ പോയിന്റുകളായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത്. സോ നോക്കാം. Alfred the Great from 1871 to 1899 was the Alfred Great famous king of Essex. Alfred the Greatനെ അദ്ദേഹത്തിനെ ആൽഫ്രഡ് ഗ്രേറ്റ് ഫേമസ് കിങ് ഓഫ് എസെക്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. He had to take over the king of Essex after the battles between Wessex and Vikings or the Danes. അന്നേരം ഇദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് അദ്ദേഹം വെസെക്സ് എന്ന് പറയുന്ന ഹെപ്റ്റാർക്കി ആ ഒരു കിണ്ടത്തിലുള്ളതാണ്. ലേറ്റർ അദ്ദേഹം ഡെയിൻസ്, ഫ്രാൻസിലുള്ള ഡെയിൻസ് എന്ന് പറയുന്ന വർഗ്ഗങ്ങള്, ആ ഒരു ട്രൈബൽ പീപ്പിൾസ് ബ്രിട്ടനെ ആക്രമിക്കാൻ ശ്രമിച്ച് അവരിൽ നിന്ന് ബ്രിട്ടനെ രക്ഷിച്ച് ഡെയിൻസിന്റെ ആധിപത്യത്തിൽ നിന്ന്, അവരുടെ ഇൻവേഷനിൽ നിന്ന് തടഞ്ഞ് ബ്രിട്ടനെ സംരക്ഷിച്ചത് നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. In 1878, he achieved a decisive victory against the Danes at the Battle of Edington. Important ആണ്. ഡെയിൻസിനെ അദ്ദേഹം തോപ്പിച്ചത് 1878 ആ ബാറ്റിലിനെ അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് എഡിങ്ടൺ എന്നാണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റിൽ ഓഫ് എഡിങ്ടൺ. He promoted learning and literacy and the promotion of English as the written language. ബാക്കിയുള്ള ആംഗ്ലോ സാക്സൺസ് നേതാക്കന്മാരിൽ അല്ലെങ്കിൽ രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിങ് ആൽഫ്രഡിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലിറ്ററസി സ്പ്രെഡ് ചെയ്യാനും ലേണിംഗ് സ്പ്രെഡ് ചെയ്യാനും പ്രൊമോഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത്രയും നാളും അവിടുത്തെ ലാംഗ്വേജ് കൂടുതലും ലാറ്റിനും ഈ പറയുന്ന റോമൻസ് വന്നതിന് ശേഷമുള്ള ലാറ്റിനും അതുപോലെ തന്നെ ജനറൽ ഉപയോഗിക്കുന്ന ഫ്രഞ്ചുമായിരുന്നു. പെസൻസിന്റെ ലാംഗ്വേജ് ആയിരുന്നു ഇംഗ്ലീഷ്. അത് ആരും തന്നെ എഴുതാനും ഒരു കോട്ട് ലാംഗ്വേജിൽ ഒന്നുമായിട്ട് അത് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ പെസൻസിന്റെ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്ത് അതിനൊരു റിട്ടേൺ ഫോം ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് ക്രോഡീകരിക്കാനൊക്കെ ശ്രമിച്ചത് നമ്മുടെ കിങ് ആൽഫ്രഡിന്റെ കാലഘട്ടത്തിലാണ്. He was a wise administrator. He scrutinized the administration of justice and took measures to ensure the protection of weak from oppression by the corrupt officials. അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു നേതാവും അതുപോലെ തന്നെ പല നിയമകാര്യങ്ങളിലും നിയമനിർമ്മാണത്തിലും ഒക്കെ അദ്ദേഹം പല പിഴവുകൾ കണ്ടെത്തുകയും അതിനെയൊക്കെ മാറ്റുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒപ്രസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പെസൻസ്, അദ്ദേഹം അവർക്ക് മുൻഗണന നൽകി എന്ന് വെച്ചാൽ കറപ്റ്റഡ് ഒഫീഷ്യൽസ് അവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഈ പറയുന്ന പെസൻസിനെയും വീക്ക് സെഷൻസ് ഓഫ് ദ സൊസൈറ്റിയും അദ്ദേഹം വേണ്ടുന്ന വിധത്തിൽ രക്ഷിച്ചു, പ്രൊട്ടക്ട് ചെയ്തു. He promulgated the important code of law. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യമാണ് കോഡ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, നിയമനിർമ്മാണമാണ്.
He carefully studied the principles of law given in the book of Exodus and the codes of Ethelbert of Kent. ഇത് നമ്മുടെ ബുക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണ് ടെക്സ്റ്റിന്റെ. ഈ ഈ ഒരു കാര്യം കിടക്കുന്നത് പേജ് നമ്പർ 23 സെക്കൻഡ് പാരഗ്രാഫിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എഴുതുമ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് എഴുതുന്നതായത് ഞാൻ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ് കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇദ്ദേഹം ബുക്ക് ഓഫ് എക്സോഡസ് എന്ന് പറയുന്ന ലോ ബുക്ക് വൃത്തിയായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ എതിൽബർട്ട് കോഡ്സ് ഓഫ് എതിൽബർട്ട് ഓഫ് കെന്റ്, അദ്ദേഹം ഒരു ഈ ലോ മേക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും വ്യക്തമായിട്ട് പഠിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. He gave special attention to the protection of weak and dependent while preparing codes. അദ്ദേഹം കോഡ്സ് എന്ന് പറയുന്ന ലോസ് ആണ്. ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള പെസൻസിനും വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കും അദ്ദേഹം കൊടുത്തിരുന്നു. He limited the practice of blood feud and imposed heavy penalties for the breach of oath or pledge. അദ്ദേഹത്തെ കൂടുതലും രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഓത്ത് പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള പെനാൽറ്റി അദ്ദേഹം ഈടാക്കുകയും ചെയ്തിരുന്നു. സോ ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിനെ ട്രൂ നാഷണൽ ലീഡർ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നത്. അന്നേരം കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഹീസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഫേമസ് കിങ് ഓഫ് വെസെക്സ്. ദെൻ അദ്ദേഹം വിക്കിങ്സിൽ നിന്ന് വെസെക്സും വിക്കിങ്സുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഇംഗ്ലണ്ടിനെ രക്ഷിച്ചു കൊണ്ടുവന്നത് നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1878 ത്രൂ ദ Battle of Edington. He promoted learning and literacy and promotion of English as a written language. He was a wise administrator. He promulgated the importance of code of law. He studied book of Exodus and the codes of Ethelbert of the Kent. He gave special attention to the protection of weaker section of the society, and he limited the practice of blood feud or war, and he imposed heavy penalties for those who breach the oath or pledge. So that's about King Alfred the Great. Then comes to the administration and the formation of kingdom. ഇനി നമുക്ക് ആംഗ്ലോ സാക്സൺ കിങ്ഡത്തിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊന്ന് നോക്കാം. ഈ പറയുന്ന ആംഗ്ലോ സാക്സൺ കിങ്ഡം ഇവര് നേരത്തെ ഞാൻ പറഞ്ഞ ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ 7 രാജ്യങ്ങളായിട്ട് ഇത് അറിയപ്പെടുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ബ്രോഡായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 100 and shire. Okay, 100 and shire were the administrative divisions during the Anglo-Saxon period. Anglo-Saxon period ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 100 and shire എന്നുള്ള 2 ഡിവിഷൻ ആണ് ഉണ്ടായിരുന്നത്. In the Anglo-Saxon society, an ordinary prosperous freeman generally owned an area of about 60 to 100 acres of land. This land was called a hide. It was the basic unit of administration. ആംഗ്ലോ-സാക്സൺ സൊസൈറ്റിയിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഫ്രീമാന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ലേവ്സും ഉണ്ടായിരുന്നു. പക്ഷെ സ്ലേവ്സിന് തൊട്ട് മുകളിലുള്ള സാധാരണ ഫ്രീമാന് അദ്ദേഹത്തിന് ഏകദേശം 60 മുതൽ 100 ഏക്കർ വരെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ 100 ഏക്കർ വരെയുള്ള വസ്തുക്കളെ നമുക്ക് ഹൈഡ് എന്ന് പറയാം. ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് നോക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു വസ്തുവിൽ നിന്നുള്ള വിഭവങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാമായിരുന്നു. ഇറ്റ് വാസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് അഡ്മിനിസ്ട്രേഷന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാത്തിന്റെയും ബേസിക് യൂണിറ്റ് ആറ്റം എന്ന് നമ്മൾ പറയുന്നത് പോലെ അതായത് ഇവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഹൈഡ് ആയിരുന്നു. അന്നേരം ഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രീമെൻ അവിടുത്തെ ഉള്ള ഓർഡിനറി പീപ്പിൾസിന്റെ കൈവശം 60 ഏക്കേഴ്സ് മുതൽ 100 ഏക്കേഴ്സ് വരെ ഉണ്ടായിരുന്നു. ഈ 100 ഏക്കേഴ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ജീവിച്ചു പോകുന്നു. സോ ഈ പറയുന്ന 100 ഏക്കേഴ്സ് വരെയുള്ള ഓരോ വസ്തുക്കളെയും ഹൈഡ് എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇനി 100 ഹൈഡ്സ് ഫോംഡ് എ യൂണിറ്റ് കാൾഡ് 100. തെറ്റിപ്പോരും. ഈ 100 ഹൈഡ്സ് എന്ന് വെച്ചാൽ ഹൈഡ് എന്ന് പറയുന്നത് 100 ഏക്കർ വരെയുള്ള വസ്തുക്കളെ നമ്മൾ ഒരു ഹൈഡ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള 100 ഹൈഡുകൾ ചേരുന്നതിനെ 100 എന്നറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള 100 ഹൈഡ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള 100 ഹൈഡുകൾ 100 ഗുണം 100 ഏക്കർ 100 ഗുണം 100 ഏക്കർ ചേരുന്നതാണ് 100 എന്ന് അറിയപ്പെടുന്നത്.
Okay, this unit had a supply of a sufficient number of trained soldiers to the king when needed. ഇതെന്ന് വെച്ചാൽ നിങ്ങളും ചിന്തിക്കുക, ഓരോ ഓർഡിനറി മാനും ഈ ഓർഡിനറി മാന്റെ കയ്യിലെല്ലാം 100 ഏക്കർ വീതം ഉണ്ട്. ഇങ്ങനെയുള്ള 100 ഏക്കർ വീതം ചേരുന്ന 100 പേര്, അവരുടെ തലവനായിട്ട് മറ്റൊരു വ്യക്തി, ആ വ്യക്തി അറിയപ്പെടുന്നതാണ് 100. ഓക്കെ, ഇങ്ങനെ ഉള്ള ഇങ്ങനെ 100 ഏക്കർ ചേരുന്ന വ്യക്തികളുടെ ഒരു കളക്ഷൻ, അവരുടെ നേതാവിനെ അറിയപ്പെടുന്നു 100. ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ 100 എന്ന് അറിയപ്പെടുന്നത്. ഈ 100ന്റെ നേതാവ് രാജാവിന് വേണ്ടുന്ന സഫിഷ്യന്റ് നമ്പർ ഓഫ് സോൾജേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ 100ന്റെ നേതാവായിരിക്കും. ഓക്കെ, ഇനി ഇനി ഈ പറയുന്ന ഹൺഡ്രഡ്സ് ഉണ്ടല്ലോ, ഈ ഹൺഡ്രഡ്സിനും അതിനു മുകളിൽ ഒരാളുണ്ട്, അത് നോക്കാം. ദീസ് ഹൺഡ്രഡ്സ് വേർ പ്രിസൈഡഡ് ഓവർ ബൈ എ ഹെഡ്മാൻ നോൺ ആസ് റീവ്. ഇനി ഈ ഹൺഡ്രഡ്സിന്റെ എല്ലാം ഓരോ 100 ഏക്കർ, ഈ 100 ഏക്കർ ചേരുന്ന 100 പേര്, അവരുടെ തലവനാണ് 100. ഇങ്ങനെയുള്ള ഓരോ ഹൺഡ്രഡ്സ്, ഓരോ സ്ഥലത്തെയും ഹൺഡ്രഡ്സുകൾ ഉണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും കൂടെ നേതാവായിട്ട് മറ്റൊരാളുണ്ട്, അദ്ദേഹമാണ് റീവ്. അന്നേരം നമ്മൾ ഏറ്റവും താഴേക്കിടയുള്ളത് ഹൈഡ്, ഹൈഡിന്റെ മുകളിലുള്ളത് 100, 100ന്റെ മുകളിലുള്ളത് റീവ്. അന്നേരം ഈ ഹൺഡ്രഡ്സിനെ എല്ലാം ഭരിക്കുന്നത് അവരുടെ നേതാവായിട്ടുള്ള റീവാണ്. Reeve settled local disputes in hundreds and had the right to punish for the offense against law. ഈ പറയുന്ന റീവ് ആണ് ഹൺഡ്രഡ്സിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന പ്രഭുക്കന്മാരായിരിക്കും, അവിടുത്തെ ഫ്യൂഡൽ ലോർഡ്സ് ആണ്. ഓക്കെ, നമ്മൾ പറയത്തില്ലേ ഭൂ ഉടമകൾ, എന്താ ജന്മികൾ എന്ന് പറയും. ഓക്കെ, ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് അവരവിടെയാണ്, അങ്ങനെയാണ് ജന്മികൾ. ഈ ജന്മികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരുടെ നേതാവായിട്ടുള്ള റീവാണ്. ഓക്കെ, these hundreds became the 100 courts. അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം, ഡിസ്പ്യൂട്ടും കാര്യങ്ങളും എല്ലാം തീർക്കാനായിട്ട് ഈ റീവ്സിന് ഒരു കോർട്ട് ഉണ്ട്. ആ കോർട്ടിനെ പറയുന്ന പേരാണ് 100 കോർട്ട്. അന്നേരം ഈ ഹൺഡ്രഡ്സിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കോർട്ടാണ് 100 കോർട്ട്. വെൻ ദ ലാർജ് ഷെയർസ്, അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്, 100 ആൻഡ് ഷെയർ. അതിൻ്റെ അകത്ത് 100ന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഷെയർ എന്താണെന്ന് നോക്കാം. ഷെയർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ അബൌവ് ദ 100. ഈ 100ന് മുകളിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അന്നേരം നേരത്തെ നമ്മൾ പറഞ്ഞു ലോക്കൽ പീപ്പിൾസ്, അവർക്ക് 60 മുതൽ 100 ഏക്കർ വരെ ഉണ്ട്. അങ്ങനെയുള്ള 100 ഏക്കർ വരെയുള്ള ആൾക്കാരെ നമ്മൾ ഹൈഡ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള 100 ഹൈഡുകൾ ചേരുമ്പോഴാണ് ഒരു 100 ഉണ്ടാകുന്നത്. ഭൂജന്മികളാണ് അവര്. ഈ പറയുന്ന ഭൂജന്മികളുടെ മുകളിലുള്ള ഒരാളുണ്ട്, അവരുടെ മുകളിലുള്ള ആളിനെയാണ് നമ്മൾ റീവ് എന്ന് പറയുന്നത്. ഈ റീവ് ആണ് ഇവർക്കിടയിലുള്ള കാര്യങ്ങളെല്ലാം, ഡിസ്പ്യൂട്ടുകളെല്ലാം തീർക്കുന്നത്. ഓക്കെ, അന്നേരം ഇപ്പോഴും കൊട്ടാരത്തിൽ എത്തിയിട്ടില്ല. അന്നേരം ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഷെയർ എന്ന് പറയും, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ വരുന്നത്. ഈ പറയുന്ന കൊട്ടാരത്തിലുള്ള കാര്യങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാം നടത്തുന്നത് ഷെയർ ഗ്രൂപ്പാണ്. ഷെയർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ അബോവ് 100. ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ എലാഡർമാൻ. എൽഡർമാൻ അല്ല കേട്ടോ, എലാഡർമാൻ ആൻഡ് ബൈ എ ഷെയർ റീവ്. അന്നേരം നേരത്തെ നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ഇവിടെ പറയാൻ വിട്ടുപോയി. ഈ പറയുന്നത് വെൻ ദ ലാർജ് ഷെയർസ് ഓർ ദ കൺട്രീസ് ബിഗാൻ ടു അപ്പിയർ ദർ വാസ് എ ഷെയർ റീവ്. ഓക്കെ, അന്നേരം അത് ഈ ഷെയർ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങൾ പറയും. ഷെയർ എന്ന് പറയുന്നത് 100ന്റെ മുകളിലുള്ള കാര്യമാണ് ഷെയർ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. ഇതിനെ ഭരിക്കുന്നത് എലാഡോർമാനും അതുപോലെ തന്നെ ഷെയർ റീവ് എന്ന് പറയുന്ന 2 പൊസിഷനിലുള്ള ആൾക്കാരാണ്. നമ്മൾ പറയത്തില്ലേ മന്ത്രിയും അതുപോലെ തന്നെ സൈന്യാധിപനും. സോ അത് തന്നെയാണ് ഇവർ. എലാഡർമാൻ എന്ന് പറയുന്നത് ഇവരുടെ മിനിസ്റ്റർ, ഷെയർ റീവ് എന്ന് പറയുന്നത് ഇവരുടെ സൈന്യാധിപൻ. ഓക്കെ, അതാണ് ഇവർ ഇവിടേക്ക് വരുന്നത്. സോ വെൻ ലാർജ് ഷെയർസ് ഓർ ദ കൺട്രീസ് ബിഗാൻ ടു അപ്പിയർ ദർ വാസ് എ ഷെയർ റീവ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഹൈഡുകളും കൂടിച്ചേർന്ന് 100 ഉണ്ടാകുന്നു. 100 എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് വലിയ റീവ് ഉണ്ടാകുന്നു. അന്നേരം ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ രാജ്യങ്ങളായിട്ട് ഫോം ചെയ്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഹെപ്റ്റാർക്കി സിസ്റ്റത്തിൽ 7 രാജ്യങ്ങളുണ്ടെന്ന്. അന്നേരം ഈ 7 രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തിയാണ് ഷെയർ റീവ് എന്ന് പറയുന്നത്. He was a senior official with a local responsibilities functioning under the crown and the word was now become sheriff. Okay, ഈ പറയുന്ന ഷെയർ റീവ് എന്ന് പറയുന്നത് സീനിയർ ഒഫീഷ്യൽ ആണ്. ഇവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യാധിപനാണ് ഷെയർ റീവ് എന്ന് പറയുന്നത്. ലേറ്റർ ഹി കെയിം ടു ബി നോൺ ആസ് ഷെരീഫ്. ഷെരീഫ് എന്ന് വെച്ചാൽ പോലീസ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയപ്പെട്ടു തുടങ്ങി.
ഷെയർ റീവ് പ്രിസൈഡഡ് ഓവർ ദ ഷെയർ കോർട്ട്. ഷെയർ കോർട്ട് കൈകാര്യം ചെയ്യുന്ന ഷെയർ റീവാണ്. അത് പൂർണ്ണമായിട്ട് ആ രാജാവിന്റെ അധികാരത്തിൽ വരുന്ന കോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് ഷെയർ റീവാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്നേരം 100 ഷെയർ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. ദെൻ കംസ് ടു വിറ്റാൻ. വിറ്റാൻ എന്ന് പറയുന്നത് ഇപ്പോൾ രാജാവിന്റെ സൈന്യാധിപൻ കഴിഞ്ഞു, മന്ത്രിമാര് കഴിഞ്ഞു, ബാക്കിയുള്ള ആൾക്കാർ കഴിഞ്ഞു. ഇനി രാജ ആ ഒരു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇനി കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികള്, റോയൽ ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കൂട്ടരുണ്ട്. അവർ ആ പറയുന്ന പാർലമെന്റ്, ആ ഭരണത്തില് അവർക്ക് അവരുടേതായ കുറച്ച് റോൾസ് ഉണ്ട്, കുറച്ച് റോളുകൾ അവരുടേതായിട്ടുണ്ട്. സോ വിറ്റൻ വാസ് ദ പാർലമെന്റ് ഓഫ് ആംഗ്ലോ സാക്സൺ കിങ്. ആംഗ്ലോ സാക്സൺ കിങ്ങിന്റെ പാർലമെന്റിനെ പറയുന്ന പേരാണ് വിറ്റാൻ എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി, എലാഡോർമാൻ, തീഗൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ വിറ്റാൻ. ആ പറയുന്ന പാർലമെന്റില് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പോലെ, ഈ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് പോലെയല്ല, ആംഗ്ലോ സാക്സൺ കിങ്ങിന്റെ പാർലമെന്റിന്റെ പേര് വിറ്റാൻ എന്നാണ്. ആ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ റോയൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എലാഡോർമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ നമുക്ക് പ്രമുഖനായിട്ടുള്ള മന്ത്രി. ദെൻ അതിൻ്റെ അകത്തുള്ള അദ്ദേഹത്തിന് താഴെയുള്ള മിനിസ്റ്റേഴ്സ്, തീഗൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ഇത്രയും കൂടെ ഒരുമിച്ച് ചേരുന്നതിനെയാണ് വിറ്റാൻ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. Its main duty was to advise the king on all the administrative and judicial matters like grants of land to churches or laymen, implementation of new laws, territorial conquest, etc. ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് കിങ്ങിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെഷനിലും ജുഡീഷ്യൽ മാറ്റേഴ്സിലും ലാൻഡ് ചർച്ചിന്റെ കാര്യങ്ങളിലും ലേമന്റെ കാര്യങ്ങളിലും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിന്റെ കാര്യങ്ങളിലും എല്ലാം തന്നെ കിങ്ങിനെ ഗൈഡ് ചെയ്യുക, കിങ്ങിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് വിറ്റാൻ കോർട്ടിലെ മെമ്പേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 100 ഷെയർ. ഓക്കെ. ഇനി 100 എന്ന് പറയുന്നത് ഓരോ ഓർഡിനറി പേഴ്സണിനും 60 മുതൽ 100 ഏക്കേഴ്സ് വരെ ലാൻഡ് വീതിച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള 100 ഏക്കേഴ്സ് വരെയുള്ള ലാൻഡിനെ ഹൈഡ് എന്നറിയപ്പെടുന്നു. ഇതാണ് ഇവരുടെ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഓരോ ഹൺഡ്രഡ്സ്, ഇങ്ങനെയുള്ള 100 ഹൺഡ്രഡുകൾ ചേരുന്നതിനെ ഒരു 100 എന്നറിയപ്പെടുന്നു. ഞാനിത് റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 100 എന്ന് പറയുന്നത് ജന്മികളാണ്. അവരാണ് രാജാവിന് വേണ്ടുന്ന സഫീഷ്യന്റ് നമ്പർ ഓഫ് സോൾജേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഹൺഡ്രഡ്സും ഉണ്ട്. സോറി, ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ഹൺഡ്രഡ്സുകൾ ഇങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള ഹൺഡ്രഡ്സ് എല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ അവർക്കൊരു നേതാവ് ഉണ്ടാകുന്നു. അതിനെയാണ് റീവ് എന്നറിയപ്പെടുന്നത്. അന്നേരം രാജ്യത്ത് ഒരു റീവേ ഉണ്ടാകും. ഓക്കെ. ഈ റീവാണ് ഈ ഹൺഡ്രഡ്സിന്റെ എല്ലാ കാര്യത്തിലുള്ള സെറ്റിൽമെന്റും ഡിസ്പ്യൂട്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന റീവാണ്. ഇവരെ പണിഷ് ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ കൊടുക്കാനും ഒക്കെ റീവാണ് മുന്നോട്ട് വരുന്നത്. ഓക്കെ. ഇത്രയാണ് ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത്. അന്നേരം ഈ ഹൺഡ്രഡ്സിന്റെ കോർട്ടിനെ അറിയപ്പെടുന്നത് 100 കോർട്ട് എന്നാണ്. ഇനി ഹൺഡ്രഡ്സിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെഷന് എബോവ് ഉള്ള സെഷനാണ് ഷെയർ എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കൊട്ടാരത്തിലുള്ള സെഷനാണ്. ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ എലാഡോർമാൻ ആൻഡ് ഷെയർ റീവ്. ഈ ഷെയർ റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന റീവ്സ് ഉണ്ടല്ലോ, ഈ റീവ്സിന്റെ ഒക്കെ തന്നെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഷെയർ റീവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കിങ്ങിന്റെ നേരിട്ടുള്ള അണ്ടറിൽ വരുന്ന സീനിയർ ഒഫീഷ്യൽ ആണ് റീവ് എന്നറിയപ്പെടുന്നത്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഷെരീഫ്. ഓക്കെ. ആൻഡ് ഷെരീഫ് പ്രിസൈഡഡ് ഓവർ ദ ഷെയർ കോർട്ട്. ഇനി വരുന്ന കാര്യമാണ് ആംഗ്ലോ സാക്സൺ പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. പാർലമെന്റ് വിറ്റാൻ എന്നറിയപ്പെടുന്നു. ഓക്കെ. വിറ്റാൻ അല്ലെങ്കിൽ വിറ്റാൻഷ്മോട്ട് കോർട്ട് എന്നറിയപ്പെടുന്നത്. വിറ്റാൻ എന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് റോയൽ ഫാമിലി മെമ്പേഴ്സ്, എലാഡോർമാൻ, തീഗൻസ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് എന്നിവരെ ഉൾപ്പെടുന്നതാണ് വിറ്റാൻ കോർട്ട് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് കിങ്ങിനെ എല്ലാ കാര്യത്തിലും അഡ്വൈസ് ചെയ്യുക, ജുഡീഷ്യൽ മാറ്റേഴ്സ്, ചർച്ച് മാറ്റേഴ്സ്, ലേമാൻ മാറ്റേഴ്സ്, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും രാജാവിനെ അഡ്വൈസ് ചെയ്യുന്നുള്ളതാണ് വിറ്റാൻ കോർട്ടിന്റെ ഉദ്ദേശ്യം. നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ആംഗ്ലോ സാക്സൺ സൊസൈറ്റി. ഇനി ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാം.
ആംഗ്ലോ സാക്സൺ സൊസൈറ്റി വാസ് ഹയറാർക്കിയൽ ഇൻ സ്ട്രക്ചർ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഹയറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു ഹൈഡ്, പിന്നെ ഹൺഡ്രഡ്, പെൻ റീഫ്, ദെൻ ഷെയർ റീഫ്, ദെൻ കംസ് ടു എന്താണ് നമ്മുടെ ഷെയർസ്, ദെൻ കംസ് ടു വിറ്റാർ. ഇങ്ങനെയുള്ള ഒരു ഹയറാർക്കൽ സ്ട്രക്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന വ്യക്തി രാജാവാണ്. At its top stood the king and the members of the royal family, followed by the nobility, bishop and the churchmen. Nobles were called world. സോ ഇതിന്റെ ഈ പറയുന്ന ഹയറാർക്കൽ സൊസൈറ്റിയുടെ ഏറ്റവും മുകളിലുള്ള വ്യക്തി രാജാവ്, അതിനുശേഷം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ റോയൽ ഫാമിലി മെമ്പേഴ്സ്, ദെൻ നോബിൾ പീപ്പിൾസ്, ദെൻ കംസ് ടു ബിഷപ്പ്, ചർച്ച്മെൻ. അതിൻ്റെ അകത്ത് നോബിൾ പീപ്പിൾസിനെ അറിയപ്പെട്ടിരുന്ന വേൾഡ് എന്നുള്ള പേരിലായിരുന്നു. The next group in the hierarchy was Cerols or the freemen. അതാണ് ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ആംഗ്ലോ സാക്സൺ. ഈ രാജാവിന്റെ ഫാമിലി മെമ്പേഴ്സ്, ബിഷപ്പ്, ചർച്ച്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫസ്റ്റ് ഗ്രൂപ്പ്. ഇതിന്റെ നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് സിറൽസ് അല്ലെങ്കിൽ ഫ്രീമെൻ. അതിൻ്റെ അകത്ത് സ്വതന്ത്രരായിരിക്കുന്നത്. ഈ ഫ്രീമെന്നാണ് 60 to 100 acres വരെ ഉള്ളത്. Okay. Then last group of the hierarchy include slaves called lates. അതിന്റെ താഴേക്കിടുള്ള ആൾക്കാരാണ് ലേറ്റ്സ് അല്ലെങ്കിൽ സ്ലേവ്സ് എന്നറിയപ്പെടുന്നത്. അന്നേരം മൂന്ന് സിസ്റ്റമായിട്ടാണ് നിൽക്കുന്നത്. കിങ്, റോയൽ ഫാമിലി മെമ്പേഴ്സ്, നൊബിലിറ്റി, ബിഷപ്പ്, ചർച്ച്മാൻ. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് സിറോൾസ് അല്ലെങ്കിൽ ഫ്രീമാൻ. തേർഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ സ്ലേവ്സ് അല്ലെങ്കിൽ സ്ലേവ്സ് ഓൾസോ കാൾഡ് ലീഡ്സ് എന്നറിയപ്പെടുന്നു. Substantial details about the organization of Anglo-Saxon society were obtained mainly from the two sources, Ethelbert Court Law and Domesday Book. ഈ പറയുന്ന ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ള പ്രധാനമായിട്ട് രണ്ട് ബുക്കുകളിൽ നിന്നാണ്, രണ്ട് സോഴ്സിൽ നിന്നാണ്. എവിടെയൊക്കെ നിന്നാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? എതിൽബർട്ടിന്റെ ലോ കോഡ് ഓഫ് ലോ ബുക്കിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലോ സാക്സൺ കിങ് ആയിട്ടുള്ള ഡൂംസ്ഡേ ബുക്ക്, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൂംസ്ഡേ ബുക്ക് വില്യം ദ കോൺകർ കൊണ്ടുവന്നെയാണ് ഡൂംസ്ഡേ ബുക്ക്. ഇവരുടെ ഫസ്റ്റ് സർവേ ബുക്ക് എന്നറിയപ്പെടുന്നു. ഓക്കെ, ആ ബുക്കിൽ നിന്നുമാണ് എന്ത് കിട്ടിയിട്ടുള്ള ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത്. Ethelbert's law set out a complex system of compensation and punishment based on the status of offender and injured party. The law code reveals that women had rights and privileges in the Anglo-Saxon society, but these were dependent on the individual's marital status. സോ എതിൽബർട്ടിന്റെ ലോ കോഡ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണിഷ്മെന്റും കോമ്പൻസേഷനും, അതുപോലെ തന്നെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഞ്ചേർഡ് പാർട്ടി അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ തെറ്റ് ചെയ്തവനുള്ള ശിക്ഷയെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് എതിൽബർട്ടിന്റെ ലോ കോഡിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് അവരുടേതായ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീ മാരീഡ് ആണെങ്കിൽ മാത്രമായിരുന്നു അവൾക്ക് അവരുടേതായ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആംഗ്ലോ സാക്സൺ ഒരു ആംഗ്ലോ സാക്സൺ ആയ വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടാൽ, യുദ്ധത്തിന് പോയി മരണപ്പെട്ടാൽ അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ രാജാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. സോ ഇതായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. Compensation wouldn't be paid to a woman directly, but would instead to given to her father, husband or brother. പക്ഷേ ഇപ്പം ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ, അതുപോലെ അവൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കില്ല. അത് കിട്ടുന്ന ഒന്നൊക്കെ അവളുടെ ഫാദറിന്, ബ്രദറിന്, ഹസ്ബൻഡ്, ഇങ്ങനെ മാത്രമേ അവൾക്ക് കിട്ടാറുള്ളൂ. സ്ത്രീക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാറില്ല, പക്ഷെ അവൾക്ക് അവളുടേതായ റൈറ്റ്സും പ്രിവിലേജസും ആ ഒരു സൊസൈറ്റി കൊടുത്തിരുന്നു. Anglo-Saxons were not interested in town life. They preferred to live in valleys. They built huts of wattle and daub or mud and straw. അവർ കൂടുതലും ഒരു വില്ലേജ് ലൈഫായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവര് കൂടുതലും മഡ് ആൻഡ് സ്ട്രോ ഉപയോഗിച്ചത്, അതാണ് വാറ്റിൽ ആൻഡ് ഡോബ് എന്ന് പറയുന്നത്. സോ അത് ഉപയോഗിച്ചിട്ടാണ് അവർ അവരുടെ കുടിലുകളൊക്കെ കിട്ടിയിരുന്നത്. ഇനി ഇവരുടെ ജീവിതം എങ്ങനെയാണ്, ഇവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു, ഇവരുടെ തൊഴിൽ എങ്ങനെയായിരുന്നു, ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. The Anglo-Saxon men spent their days hunting and plowing. They were expert farmers. Their women stayed at home and engaged in spinning and weaving. Anglo-Saxon പുരുഷന്മാര് കൂടുതലും അവര് അഗ്രികൾച്ചറിൽ ഏർപ്പെട്ടു, ഹണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അവര് നല്ലൊരു ഫാർമേഴ്സ് കൂടിയായിരുന്നു. അതേസമയം തന്നെ അവരുടെ സ്ത്രീകള് സ്പിന്നിങ്ങും വീവിങ്ങും ചെയ്തിരിക്കുന്ന നിപുണയായിരുന്നു. The men wore garments like
കിൽസ് ആൻഡ് ക്ലോക്സ്. ഞാൻ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലായിരുന്നു അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫാസ്റ്റൻഡ് ഇൻടു ദ ഷോൾഡേഴ്സ് ബൈ ബ്രൂച്ച്. അവരുടെ നമ്മുടെ ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവർ ധരിക്കുന്ന ഡ്രസ്സിനെ പറയുന്ന പേരാണ് കിൽസ് ആൻഡ് ക്ലോക്സ്. ഓക്കെ, ക്ലോക്സ് എന്ന് പറയുന്ന കഴുത്തിൽ കൂടുന്ന ആ ഒരു നമ്മൾ ആ തണുപ്പ് മാറാനുള്ള തരത്തിലുള്ള ആ ഒരു ഡ്രസ്സ്, ആ ഒരു പുതപ്പ് പോലെ പുതച്ചിരിക്കുന്നത്. ഓക്കെ, അന്നേരം കിൽസ് ആൻഡ് ക്ലോക്സ് എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഗാർമെന്റ് രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവര് ആ ഒരു ക്ലോക്ക്, ആ ഒരു തുണി ഷോൾഡറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ബ്രൂച്ച് ഉപയോഗിച്ച്, ഒരു പിൻ ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. The women wear long tunics down to the ankle and mantle with hood. അതുപോലെ തന്നെ സ്ത്രീകളുടെ വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമുള്ള ഗൗണ്, അവരുടെ ആംഗിൾ വരെ, കണങ്കാല് വരെ കിടക്കുന്ന നീളമുള്ള ഗൗണും ഹുഡും, തല മറയ്ക്കുന്ന ഹുഡും ഇവർ ധരിച്ചിരുന്നു. Their heads were covered with a lighter wrap and wore a considerable amount of jewelry like necklaces, bracelets, rings. അതുപോലെ ധാരാളം നെക്ലസും ബ്രേസ്ലെറ്റ്സും റിങ്സും ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള ജ്വല്ലറീസ് സ്ത്രീകൾ അണിഞ്ഞിരുന്നു. Warrior chiefs were buried with gold embroidered clothes and gilt buckles and cups. അവരുടെ നേതാവ് മരിക്കുന്ന സമയത്ത് ഗോൾഡ് എംബ്രോയിഡഡ് ക്ലോത്ത്സ്, അദ്ദേഹം ധരിച്ചിരുന്ന ഗോൾഡ് എംബ്രോയിഡഡ് ക്ലോത്ത്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാവിധ ത്തിലുള്ള ആയുധങ്ങളും ബക്കിൾസും കപ്സും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ആ ശവത്തിനോടൊപ്പം അടക്കം ചെയ്യുമായിരുന്നു. The common man was buried with everyday things like work boxes, beads, knives. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൂൾസുകൾ, അദ്ദേഹത്തിന്റെ ബീഡുകൾ, നൈസുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിനോടൊപ്പം വെച്ച് കുഴിയിൽ അടക്കം ചെയ്യുമായിരുന്നു. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. സോ നമുക്ക് ആംഗ്ലോ സാക്സൺ സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ ടോപ്പിൽ വരുന്നത് രാജാവാണ്, പിന്നെ വരുന്ന മെമ്പേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി, നൊബിലിറ്റി, ബിഷപ്പ്, ചർച്ച്മാൻ. ഓക്കെ, അതിൻ്റെ അകത്ത് നോബിൾസിനെ അറിയപ്പെടുന്നത് വേൾഡ് എന്നായിരുന്നു. പിന്നെ ഇവരുടെ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിറൽസ് അല്ലെങ്കിൽ ഫ്രീമാൻ ആണ്. താഴത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ലേറ്റ്സ് അല്ലെങ്കിൽ സ്ലേവ്സ് എന്ന് പറയുന്നത്. ഈ ആംഗ്ലോ സാക്സൺ സൊസൈറ്റി പറ്റി കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നത് എത്തിൽബർട്ടിന്റെ കോഡ് ഓഫ് ലോയിൽ നിന്നും ഡൂംസ്ഡേ ബുക്കിൽ നിന്നുമാണ്. എത്തിൽബർട്ടിന്റെ കോഡ് ഓഫ് ലോ അനുസരിച്ച് ഒഫൻഡർക്ക്, ഇൻജേർഡ് പാർട്ടിക്ക് അവർക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പണിഷ്മെന്റിനെ പറ്റി വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കോഡ് ഓഫ് ലോയിൽ സ്ത്രീകൾക്ക് അവരുടേതായ റൈറ്റ്സ് ആൻഡ് റെഗുലേഷൻസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് അവരുടേതായ കോമ്പൻസേഷൻ കൊടുത്തിരുന്നു എന്നും പറയുന്നു. പക്ഷെ ഒരിക്കലും കോമ്പൻസേഷൻ ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ല. ഫാദർ, ഹസ്ബൻഡ്, ബ്രദർ എന്നിങ്ങനെ ആ ഒരു പെട്രിയാർക്കൽ സിസ്റ്റത്തിലായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ടൗൺ ലൈഫിനോട് താല്പര്യമില്ലായിരുന്നു. വില്ലേജ് ലൈഫ്, ആ ഒരു വാലി സിസ്റ്റത്തിനാണായിരുന്നു താല്പര്യം. മോഡേൺ സ്ട്രോ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. പുരുഷന്മാർ ഹണ്ടിങ്ങിലും പ്ലോവിങ്ങിലും താല്പര്യരായിരുന്നപ്പോൾ സ്ത്രീകൾ സ്പിന്നിങ്ങിലും വീവിലിംഗും ആയിരുന്നു ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് കിൽസ് ആൻഡ് ക്ലോക്സ് ആയിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർ അവരുടെ ഒരു ബ്രൂച്ച് ഉപയോഗിച്ച് അവരുടെ ഷോൾഡേഴ്സിൽ അവരുടെ ക്ലോക്സ് ടൈറ്റൻ ചെയ്തു വെച്ചിരുന്നു. സ്ത്രീകളുടെ വേഷം ആംഗിൾസ് വരെയുള്ള ലോങ് ഗൗണുകളായിരുന്നു അവർ ഹുഡ് ധരിച്ചിരുന്നു. സ്ത്രീകൾ ധാരാളം ആഭരണങ്ങൾ, നെക്ലസും ബ്രേസ്ലെറ്റ്സും ധരിച്ചിരുന്നു. ഇവരുടെ മരണ ആ ഒരു അവസ്ഥയിൽ വാറിയർ ചീഫ്സ് ഒക്കെ മരിക്കുമ്പോൾ അവരുടെ ഡ്രസ്സുകളും ബക്കിൾസും കപ്സും ഒക്കെ ശവമഞ്ചത്തിനോടൊപ്പം തന്നെ അടക്കം ചെയ്യുമായിരുന്നു. സോ ഇത്രയുമാണ് ഇവരുടെ ഒരു സൊസൈറ്റി ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉള്ളത്. Then comes to Anglo-Saxon religion. ഇനി ഇവരുടെ മതത്തിനെ കുറിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. Anglo-Saxons were polytheistic pagans when they first came to Britain. Polytheistic pagans എന്ന് വെച്ചാൽ എന്താ? പലതരത്തിലുള്ള പ്രാകൃത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവര് പല രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോർത്താംബ്രിയ, കെന്റ്, ഇങ്ങനെ എസെക്സ്, വെസെക്സ്, ഈസ്റ്റ് ആംഗ്ലിയ, ഇങ്ങനെ ജൂട്ട്സ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള പാഗനിസം, പലതരത്തിലുള്ള പാഗൻ റിലീജിയൻ ഉണ്ടായിരുന്നു. ഒരു ഏകീകൃത മതമില്ലായിരുന്നു. The evidence about the religious practice comes from their burial customs from the later Christian writings. പിന്നീട് വന്ന ക്രിസ്ത്യൻ റൈറ്റിംഗ്സിൽ നിന്നാണ് ഇവരുടെ കസ്റ്റംസിനെയും ട്രഡീഷനെയും റിലീജിയസ് പ്രാക്ടീസിനെയൊക്കെ പറ്റി നമ്മൾ അറിയാൻ ഇടയായത്. They believed in after life. അതുകൊണ്ടാണല്ലോ അവർ ഉപയോഗിച്ച മൺചട്ടിയും കോടാലിയും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അടക്കം ചെയ്യുന്നു അല്ലെ. ഈജിപ്തിലെ ഫറവോമാർ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ മമ്മിഫൈഡ് ബോഡിയും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളും എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടുപോയത്.
സോ ദേ ബിലീവ്ഡ് ഇൻ ആഫ്റ്റർ ലൈഫ്. ദെൻ വാർഡൻ ദ ചീഫ് ഓഫ് ഗോഡ്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇവരുടെ ദൈവങ്ങൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. വാർഡൻ അവരുടെ ചീഫ് ഗോഡാണ് വാർഡൻ. ദെൻ ട്വി ദ ഗോഡ് ഓഫ് വാർ. ദെൻ തോർ ഗോഡ് ഓഫ് തണ്ടർ. ഇത് നമ്മൾ മറക്കത്തില്ല, പലവട്ടം തോർ കേട്ടിട്ടുണ്ട്. തോർ ദ ഗോഡ് ഓഫ് തണ്ടർ. ഫ്രയ ഗോഡസ് ഓഫ് ലവ്. Saturn, god of fun and feasting, were the prime Anglo-Saxon deities. ആംഗ്ലോ-സാക്സന്റെ പ്രധാന ദേവന്മാരായിരുന്നു വോഡൻ, ട്വി, തോർ, ഫ്രയ, സാറ്റേൺ. വോഡൻ ആയിരുന്നു ചീഫ് ഗോഡ്, ട്വി ഗോഡ് ഓഫ് വാർ, തോർ ഗോഡ് ഓഫ് തണ്ടർ, ഫ്രയ ഗോഡസ് ഓഫ് ലവ്, സാറ്റേൺ ഗോഡസ് ഓഫ് ഫൺ ആൻഡ് ഫീസ്റ്റിംഗ്. Temples of Woden or Thor were built by kings or rich landowners. Oxen, horses, pigs were sacrificed and people sprinkled themselves with their blood. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ വാർഡന് വേണ്ടിയിട്ടുള്ളതും തോറിന് വേണ്ടിയിട്ടുള്ളതും, കാരണം ഇവർ രണ്ടുപേരും ഈ ചീഫ് ഗോഡായ വാർഡനും തോറും വാറിയർ ഗോഡ്സ് ആയിട്ടും കൂടെ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടുന്ന ടെമ്പിൾസ് എല്ലാം തന്നെ റിച്ച് ലാൻഡ് ഓണേഴ്സും കിങ്സും ആയിരുന്നു ബിൽറ്റ് ചെയ്തിരുന്നത്. അന്ന് ഇവിടെ നേർച്ചയായിട്ട് കാണിക്കായിട്ട് അർപ്പിച്ചിരുന്ന കാളകളെയും ഹോഴ്സസിനെയും പിക്സിനെയും ഒക്കെ അർപ്പിച്ച് സാക്രിഫൈസ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവർ യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ ഈ ബാഹുബലിയിലൊക്കെ കാണുന്ന പോലെ ഇവരുടെ തന്നെ രക്തം ചിന്തി അവിടെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. After the Georgian mission in 1597 AD, conversion of Anglo-Saxons into Christianity started. It was a major turning point in their life. They changed their way of life and become less warlike and more domesticated. 597 AD യിൽ ജോർജിയൻ മിഷനിലൂടെ ആംഗ്ലോ സാക്സൺസ് ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായി. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ ജോർജിയൻ മിഷൻ? ആ, ഓർമ്മയില്ലെങ്കിൽ ഞാൻ ശരിയാക്കാം. അതിന് ഈ പറഞ്ഞ ആരാണ് അങ്ങോട്ട് പോയത്? പോപ്പ് ഗ്രിഗറിയുടെ അണ്ടറിൽ ആരങ്ങോട്ട് പോയി? ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി അല്ലേ? അഗസ്റ്റസ്, സെയിന്റ് അഗസ്റ്റസ്. ലേറ്റർ ഹി ബിക്കം നോൺ ആസ് ദ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. അദ്ദേഹം അവിടോട്ട് പോയിട്ട് ആരെയാണ് കൺവേർട്ട് ചെയ്യിപ്പിച്ചത്? കിങ് എത്തിൽബർട്ടിനെ. ആണോ? കിങ് എത്തിൽബർട്ടിനെ കൺവേർട്ട് ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു? ആ ഒരു എൻ്റയർ കിങ്ഡത്തിലുള്ള ആൾക്കാരും ഇങ്ങോട്ട് കൺവേർട്ടായി, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായി. അവിടെ വെച്ചിട്ടാണ് ഈ ആംഗ്ലോ സാക്സൺസ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയുന്നത്. ഇറ്റ് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ലൈഫ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓരോ ചാപ്റ്ററും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സോ ഈ ഒരു പോർഷനിൽ ആംഗ്ലോ സാക്സൺ റിലീജിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആംഗ്ലോ സാക്സൺ ഈസ് എ പോളിതീസ്റ്റിക് റിലീജിയൻ. നമ്മൾ ഇവരുടെ ഇങ്ങനെയുള്ള റിലീജിയൻസിനെ കുറിച്ച് അറിയുന്നത് ലേറ്റർ വന്ന ക്രിസ്ത്യൻ റൈറ്റിംഗ്സിലൂടെയാണ്. ഇവർ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിരുന്നു. ഇവരുടെ പ്രധാന ഗോഡ്സ് എന്ന് പറയുന്നത് വാർഡൻ, ടിക്, തോർ, ഫ്രയ, സാറ്റേൺ എന്നിവരായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട ദൈവങ്ങളായിരുന്നു വാർഡനും തോറും. വാർ ഗോഡ്സ് എന്നും കൂടി ഇവരെ അറിയപ്പെട്ടു. ഇവർക്ക് വേണ്ടുന്ന ടെമ്പിൾസ് ബിൽറ്റ് ചെയ്തിരുന്നത് റിച്ച് ലാൻഡ് ഓണേഴ്സും കിങ്സും ആയിരുന്നു. ഇവർക്ക് കാഴ്ചയ്ക്കായിട്ട് ഓക്സണും ഹോഴ്സസും പിക്സും ഒക്കെ അർപ്പിച്ചിരുന്നു. ലേറ്റർ 1597 വന്ന സെയിന്റ് അഗസ്റ്റസിന്റെ അണ്ടറിലുണ്ടായിരുന്ന ജോർജിയൻ മിഷൻ പ്രകാരമാണ് ആംഗ്ലോ സാക്സൺസ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നത്. So the next is Anglo-Saxon literature. Anglo-Saxon literature is the Anglo-Saxons spoke the language we now called Old English. Old English was spoken and written in Anglo-Saxon Britain from AD 450 until 1150 AD. നമ്മൾ ആംഗ്ലോ സാക്സന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നു. ഇത് ഏകദേശം അവര് 450 AD തൊട്ട് 1150 വരെ AD വരെ യൂസ് ചെയ്തത് ഈ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇന്നത്തെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പൂർവ്വ രൂപം എന്ന് പറയാൻ പറ്റുന്നതാണ് ഓൾഡ് ഇംഗ്ലീഷ് ഫോം. Surviving Anglo-Saxon manuscripts show that there were different dialects spoken in different parts of the country, such as West Saxon, Northumbrian, and American. പക്ഷേ ഈ ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ പല ഡയലക്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പറയത്തില്ലേ, മലയാളത്തിൽ തന്നെ ഈ ട്രിവാൻഡ്രത്തെ ഡയലക്റ്റ് അല്ല മലപ്പുറത്തേക്ക് പോകുമ്പോൾ, അവിടുത്തെ ഡയലക്റ്റ് അല്ല കാലടിയിലേക്ക് ചെല്ലുമ്പോൾ. സോ ഓരോ സ്ഥലങ്ങളിലും അവരുടേതായ ഭാഷ ഒന്നാണെങ്കിലും അവരുടേതായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ ഇംഗ്ലണ്ടിലെ ക്ലേസ് എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റ് സാക്സൺ, നോർത്താംബ്രിയൻ, അമേരിക്കൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഓൾഡ് ഇംഗ്ലീഷിന്റെ പല ഡയലക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു.
ദ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് പോയം കെയ്ഡമൻ. എന്താണ്? സിഡമൺ അല്ല, കെയ്ഡമൻ ഹൈൻ. കെയ്ഡമൻ എന്ന് പറയുന്നത് ഒരു ആട്ടിടയനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചരിത്രമുണ്ട് കേട്ടോ. കെയ്ഡമൻ എന്ന് പറയുന്ന നിരക്ഷരനായ ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങ് ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിന്റെ വെളിച്ചം പകർന്നു തരണേന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെയാണ് വെനറബിൾ ബീഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവർ രണ്ടുപേരും ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇവർക്ക് ഒരുപാട് അറിവ് പ്രദാനം ചെയ്തെന്നും അങ്ങനെ നിരക്ഷരനായിരുന്ന കെയ്ഡമണ്ണും അതുപോലെ തന്നെ വെനറബിൾ ബീഡും ഒക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. So oldest English poem written by Caedmon's Hymn was written in Northumbrian dialect of Old English. ഓക്കെ, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കെയ്ഡമന്റെ ഹൈൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് നോർത്താംബ്രിയൻ ഡയലക്റ്റ് ആയിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷിലാണ്. ഓൾഡ് ഇംഗ്ലീഷിന്റെ നോർത്താംബ്രിയൻ ഡയലക്റ്റിലാണ്. During the time of King Alfred the Great, there was a conspicuous development in the field of Anglo-Saxon language and literature. During the period of King Ethelbert, there was a spurt in literary creativity in Latin and Old English. Anglo-Saxons brought a specific poetic tradition. The poetry of Old English period is generally grouped into two main divisions, national and Christian. സോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ ആംഗ്ലോ സാക്സൺ ലീഡറായ ആൽഫ്രഡ് ദ ഗ്രേറ്റ്, ഹീസ് ഓൾസോ നോൺ ആസ് ദ ട്രൂ നാഷണൽ ലീഡർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ലിറ്റററി അതുപോലെ ഇംഗ്ലീഷ് ഡെവലപ്മെന്റ് ഒക്കെ ഫോം ചെയ്ത് കിങ് ആൽഫ്രഡിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ലാംഗ്വേജിലും ലിറ്ററേച്ചറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന വ്യക്തിയായിരുന്നു കിങ് എത്തിൽബർട്ട് ദ ഗ്രേറ്റ്. കിങ് എത്തിൽബർട്ട്, ഈ കിങ് എത്തിൽബർട്ടിന്റെ കാലഘട്ടത്തിലാണ് ജോർജിയൻ മിഷൻ വരുന്നതും അങ്ങനെ ജോർജിയൻ മിഷന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നു, കെന്റിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, കെന്റിലെ രാജാവായിരുന്നു കിങ് എത്തിൽബർട്ട് എന്നും കൂടെ ഓർത്തിരിക്കുക. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ലിറ്റററി ക്രിയേറ്റിവിറ്റി വളരെ ഹൈപ്പിലെത്തിയ സമയമാണ്. ലാറ്റിനും ഓൾഡ് ഇംഗ്ലീഷും ഒക്കെ വളരെ ഹൈപ്പിലെത്തിയ സമയമായിരുന്നു കിങ് എത്തിൽബർട്ടിന്റെ കാലഘട്ടം. അതിനോടൊപ്പം തന്നെ ആംഗ്ലോ സാക്സൺസ് സ്പെസിഫിക് പൊയറ്റിക് ട്രഡിഷൻ അവർ കീപ്പ് ചെയ്തിരുന്നു. അവർക്കൊരു പൊയറ്റിക് ട്രഡിഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഈ കാലഘട്ടത്തിൽ ഈ ആംഗ്ലോ സാക്സൺസിന്റെ പൊയറ്റിക് ട്രഡിഷനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നാഷണൽ പൊയറ്റിക് ട്രഡിഷൻ എന്നും ക്രിസ്ത്യൻ പൊയറ്റിക് ട്രഡിഷൻ എന്നും രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. നാഷണൽ ആൻഡ് ക്രിസ്ത്യൻ പീരീഡ് എന്ന് ഡിവൈഡ് ചെയ്യാം. The early national poems can be classified into two groups, epic and elegiac. Early national poems നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എപ്പിക് എന്നും elegiac എന്നും. Much of the Old English poetry was probably intended to be chanted with the accompaniment of a harp and the Anglo-Saxon bard by the Anglo-Saxon bard. ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ കൂടുതലും എന്നുവെച്ചാൽ ഈണത്തിൽ പാടാൻ പറ്റുന്നവയായിരുന്നു. ഹാർപ്പ് എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിച്ച് ബാർഡെന്ന് വെച്ചാൽ നാടോടികൾ, ആംഗ്ലോ സാക്സൺസുകളിലുള്ള നാടോടികൾ. പക്ഷെ അവർ ചുമ്മാതുള്ള നാടോടികളല്ല, നല്ല വിവരമുള്ള നാടോടികളായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോയിട്ട് അവര് ധീരന്മാരായ യോദ്ധാക്കളുടെ യുദ്ധചരിതങ്ങൾ അവർ പാടി നടക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ദേശാടനക്കാരായിരുന്നു. സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള നാഷണൽ പോയിന്റ്സ് സ്പ്രെഡ് ചെയ്തിരുന്നു. This poetry generally emphasizes the sorrow and ultimate futility of life and the helplessness of humans before the power of fate. ഇങ്ങനെയുള്ള പോയട്രീസ് കൂടുതലും അവരുടെ വിഷമങ്ങൾ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കാർ, ഫ്യൂട്ടിലിറ്റി ഓഫ് ലൈഫ്, ഹെൽപ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, പവർ ഓഫ് ദ ഫേറ്റ്, വിധിയുടെ വിളയാട്ടം, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഫിലോസഫിക്കലായിട്ട് പറയുന്ന പോയംസും കൂടെ ആയിരുന്നു. All this poetry is composed without rhyme and has a structural alliteration. All these qualities of form and spirit are exemplified in the epic poem. ഈ പറയുന്ന പോയംസിന് പ്രത്യേകിച്ച് രാഗമോ താളമോ ഒന്നുമില്ല, പക്ഷെ അതിനൊരു അലിട്രേഷൻ ഉണ്ടായിരുന്നു. അലിട്രേഷൻ മീൻസ് നമ്മൾ പറയാം ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. സോ ട് സൗണ്ട് ഇങ്ങനെയുള്ള ബ്ലാക്ക് ഷീപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബ് സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫോം, ഒരു റിതം അവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. സോ ഇതെല്ലാം ഇവരുടെ ഒരു സ്പിരിറ്റ്, വാറിയർ സ്പിരിറ്റ്, ആ ഒരു എപ്പിക് പോയറ്റിന്റെ സ്പിരിറ്റ് നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകളിൽ കാണാൻ സാധിക്കും. സോ ആംഗ്ലോ സാക്സന്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെയാണ് നമ്മൾ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഇവരുടെ ഈ ഒരു ലാംഗ്വേജ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് 450 ടു 1150 AD വരെയായിരുന്നു. അതുപോലെ തന്നെ ഇവർ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ കൂടിയും വെസ്റ്റ് സാക്സൺ, നോർതാംബ്രെ, അമേരിക്കൻ റീജിയനിൽ പല ഡയലക്റ്റുകൾ ഓൾഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഖീഡമിന്റെ പോയമായിട്ടുള്ള ഹിം എഴുതിയിരിക്കുന്നത് നോർതാംബ്രിയൻ ഹൈം എന്ന് വായിക്കത്തില്ല, ഹിം എന്നാണ് വായിക്കുന്നത്. നോർതാംബ്രിയൻ ഡയലക്റ്റ് ആയിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷിലായിരുന്നു. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഉണ്ടായി. കിങ് എത്തൽബർട്ടിന്റെ കാലഘട്ടത്തിൽ ലാറ്റിനിലും ഓൾഡ് ഇംഗ്ലീഷിലും ലിറ്റററി ക്രിയേറ്റിവിറ്റി സ്പൈക്ക് ചെയ്ത സമയമായിരുന്നു. അതുപോലെ തന്നെ ഈ ആംഗ്ലോ സാക്സണിന് അവരുടേതായ ഒരു സ്പെസിഫിക് പോയറ്റിക് ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഈ പോയറ്റിക് ട്രഡീഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നാഷണൽ പോയറ്റിക് ട്രഡീഷൻ എന്നും ക്രിസ്ത്യൻ പോയറ്റിക് ട്രഡീഷൻ എന്നും. അതിൻ്റെ അകത്ത് നാഷണൽ പോയിന്റ്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എപ്പിക് ആൻഡ് എലിജിയാക്. ഓക്കെ, ഇവരുടെ ഈ എപ്പിക് പോയട്രികളിൽ അല്ലെങ്കിൽ എലിജിയാക് പോയിന്റ്സ് അവരൊരു മന്ത്രോച്ചാരണം പോലെ വളരെ മൃദുവായിട്ടായിരുന്നു ഇന്റന്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവര് പാടിയിരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഇൻസ്ട്രുമെന്റ് കാൾഡ് ഹാർപ്പ്. ഓക്കെ, അത് ഇവര് വെറുതെ അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുക മാത്രമല്ല, അല്ലെങ്കിൽ വാറിയേഴ്സിന്റെ കാര്യങ്ങൾ പറയുക മാത്രമല്ല, ഫിലോസഫിക്കലായിട്ട് ഫ്യൂട്ടിലിറ്റി ഓഫ് ലൈഫ്, ഹെൽപ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, പവർ ഓഫ് ഫേറ്റ്, ദ എംഫസിസ് ഓഫ് സോറോ, ഇതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു അവർ അവരുടെ പോയത്തിലൂടെ പറഞ്ഞിരുന്നത്. ഓക്കെ, കൂടുതൽ പോയിന്റ്സും അൺറൈംഡ് ആയിരുന്നു, പക്ഷെ ഒരു സ്ട്രക്ചറൽ അലിട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇത്രയും